എന്ത് ചെയ്യണം? സലാം പറയണം. ഒന്ന് സലാം പറഞ്ഞേ. നിനക്ക് ബർക്കത്ത് വേണം. നിന്നെക്കാളും വല്ല പിശുക്കൻ ഈ ലോകത്തുണ്ടോ? എടാ, സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സലാം പോലും പറയാൻ നീ പിശുക്ക് കാണിക്കുന്നു, പിന്നെ എങ്ങനെ നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യും? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ബർക്കത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? സലാം പരിപൂർണമായിട്ട് പറയണം. ആ പറയുന്നവനും അത് മടക്കുന്നവനും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സലാം പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറയൂലേ? ഒന്ന് വീട്ടിൽ പോയി പറഞ്ഞു നോക്കിക്കേ. ഇന്ന് വയലൊക്കെ കഴിഞ്ഞ് ആമിന ടിവിയുടെ മുന്നിലിരുന്ന് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നീ വീട്ടിൽ ചെന്നിട്ട് വീടിൻ്റെ പുറത്തും അപ്പോൾ സിറാജ് പറഞ്ഞല്ലേ, ഇപ്പോൾ സലാം പറഞ്ഞാൽ ബർക്കത്തുണ്ടാകും. വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു, ഭാര്യ വന്ന് വാതിൽ തുറന്നു. നീ അവിടെ നിന്നോണ്ട് പറയുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓള് വിചാരിക്കും ഓൻ എന്ത് ശൈത്താൻ വല്ലതും കൂടിയെന്ന്. പഠിച്ചവൻ. കാരണം ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇന്ന് വരെ ഈ മനുഷ്യൻ ഇയാൾക്ക് എന്തോ കുസ്താൻ്റെ അടുത്ത് കൊണ്ടുപോകണം, വല്ല ചരട് വല്ല ഓതാൻ. കാരണം എന്തേ? ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക. അതുകൊണ്ട് ബർക്കത്ത് വേണോ? ഇന്നു മുതൽ വീട്ടിലേക്ക് പോകുമ്പോൾ സലാം പറ. എല്ലാവരോടും സലാം പരിപൂർണമായി പറ. അല്ലാഹു നിനക്കും മടക്കുന്നവനും ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി വീട്ടിൽ ആരുമില്ല, സലാം പറയണോ? വീട്ടിൽ ആളുണ്ടെങ്കിലല്ലേ സലാം പറയേണ്ടത്. വീട്ടിൽ ആളില്ലെങ്കിൽ സലാം പറയണോ? ആരോട്? എങ്ങനെ പറയണം? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വണ്ടിയിൽ കയറുമ്പോൾ, കട തുറക്കുമ്പോൾ, എവിടെയാണെങ്കിലും ആളുണ്ടെങ്കിൽ സലാം പറയണം. ഇല്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബർക്കത്ത് കിട്ടാൻ പൈസയില്ലാതെ, പ്രയാസമില്ലാതെ ബർക്കത്ത് കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് സലാം പറയുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.